പറപ്പിച്ച കാട്ടുകൊമ്പനാണ് PT7 എന്ന പാലക്കാട് ടസ്കർ 7. മറ്റ് ആനകളോട് അധികം കൂട്ടുകൂടാത്ത തന്നിഷ്ടക്കാരനായ ആന എന്ന രീതിയിലാണ് വനം വകുപ്പ് PT7നെ വേർതിരിച്ചിരുന്നത്. മാങ്ങയും ചക്കയുമായിരുന്നു ഇവന്റെ ഇഷ്ടവിഭവങ്ങൾ. വിളയുന്ന നെല്ലിന്റെയും പൈനാപ്പിളിന്റെയും മണം പിടിച്ച് അവയെ തേടി കിലോമീറ്ററുകളോളം ഏകനായി സഞ്ചരിക്കുന്ന തന്നിഷ്ടക്കാരൻ. ഭക്ഷണം തേടിയുള്ള യാത്രക്കിടെ മുന്നിൽ കാണുന്ന തടസ്സങ്ങളൊക്കെ തകർക്കും. 2019 മുതൽ PT7 നാട്ടിലെ കൃഷിയിടങ്ങളിലേക്ക് എത്താറുണ്ടെങ്കിലും കഴിഞ്ഞ 1.5 വർഷത്തിനിടെ ആന കൂടുതൽ അക്രമകാരിയായി മാറിയതോടെ ജനുവരി 22-നാണ് ഇവനെ മയക്കുവെടി വെച്ച് കൂട്ടിലാക്കിയത്. 2019 മുതൽ PT7 നാട്ടിലെ കൃഷിയിടങ്ങളിലേക്ക് എത്താറുണ്ടെങ്കിലും കഴിഞ്ഞ 1.5 വർഷത്തിനിടെ ആന കൂടുതൽ അക്രമകാരിയായി മാറിയതോടെ ജനുവരി 22-നാണ് ഇവനെ മയക്കുവെടി വെച്ച് കൂട്ടിലാക്കിയത്. ഇതോടെ ആശ്വാസത്തിലായ പാലക്കാട് ജനതയ്ക്ക് വീണ്ടും ഭീഷണിയായി മാറിയിരിക്കുകയാണ് PT14 എന്ന പാലക്കാട് ടസ്കർ 14. 3 പേരെ കൊലപ്പെടുത്തിയ കൊമ്പൻ കാട് വിട്ട് ഇപ്പോൾ നാട്ടിൽ ഭീതി സൃഷ്ടിക്കുകയാണ്. PT14 പുറമെ കുട്ടികൾ ഉൾപ്പെടെ 20-ലധികം കാട്ടാനക്കൂട്ടമാണ് പാലക്കാട് കഞ്ചിക്കോട് ഭാഗത്ത് പതിവായി ഇറങ്ങുന്നത്. ഏറ്റവും അപകടകാരിയായ ആനകളിലൊന്നായ PT14 സാധാരണ കാണുന്ന ഒറ്റയാനയല്ല. മതപ്പാട് സമയത്ത് മനുഷ്യന്റെ ഗന്ധം പിന്തുടർന്ന് ആക്രമിക്കുന്നതാണ് ഇവന്റെ രീതി. കാടിറങ്ങി നാട്ടിലേക്കുള്ള വരവ് തീർക്കുന്ന ആശങ്ക ചെറുതല്ല. കൂട്ടത്തിൽ കൂടാൻ മടിയുള്ള ഈ കൊമ്പനെ വനപാലകർക്കും പേടിയാണ്. ചോളത്തണ്ട് തേടി വർഷത്തിൽ 6 മാസം ഇവൻ തമിഴ്നാട്ടിലാകും. വേനൽ കഴിഞ്ഞ് പുല്ല് നാമ്പിടുന്ന സമയം കേരളത്തിലെത്തും. വൈദ്യുതി വേലിയോ പടക്കമോ ഒന്നും തന്നെ PT14 അരോസരപ്പെടുത്താറില്ല. കൃഷിനാശത്തിലല്ല, മറിച്ച് ആൾനാശത്തിലാണ് PT14 കാര്യത്തിൽ ജാഗ്രത വേണ്ടത്.